ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: മറ്റുള്ളവർ നിന്റെ വഴി തടയുമ്പോൾ നീ എങ്ങനെ പ്രതികരിക്കും? എന്താണ് ചോദ്യം? മറ്റുള്ളവർ വഴി തടയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും? നമ്മൾ ചില സമയങ്ങളിൽ അപ്രകാരം മറ്റുള്ളവർ നമ്മെ എതിർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ഇനിയും അനുഭവിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവർ നമ്മെ എതിർക്കും, തടയും, നമ്മളോട് സഹകരിക്കുകയില്ല. അത്രയെങ്കിലും ഉണ്ടാവും. എല്ലാവരും നമ്മളോട് എന്നെങ്കിലും എപ്പോഴും എല്ലാവരും സഹകരിക്കുന്ന ഒരു സമയം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. എല്ലാവരും നമ്മളോട് എപ്പോഴും സഹകരിക്കണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കുമോ? പക്ഷേ നടക്കില്ല. അപ്പോൾ സഹകരിക്കാത്തവരുണ്ടാകും, എതിർക്കുന്നവരുണ്ടാകും, വഴി തടയുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ നീ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അങ്ങനെ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ ജെറൂസലേമിലേക്ക് പോകാൻ വേണ്ടി എളുപ്പവഴി സമരിയയിലൂടെ പോകാം. എന്തിനു വേണ്ടിയാണ് ജെറൂസലേമിലേക്ക് പോകുന്നത്? ഈശോ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടി പോവാണ്. അപ്പോൾ സമരിയാക്കാർ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ജെറൂസലേമിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ പറമ്പിൽ കൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ജെറൂസലേമിലേക്ക് പോകുന്നവരെ സമരിയാക്കാർക്ക് ഇഷ്ടമല്ല. ജെറൂസലേമിലുള്ളവർ നമ്മളുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാൻ നമ്മൾ ലിഫ്റ്റ് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പറമ്പിൽ കൂടെ പോകാൻ പറ്റില്ല, ഞങ്ങളുടെ നാട്ടിൽ കൂടെ പോവാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ശിഷ്യന്മാർക്ക് എന്തുണ്ടായി? കോപമുണ്ടായി. എടാ, നിന്നെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ്, കുരിശിൽ കയറാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം കയറി, ഇല്ലേ? ചൂടായി. ആദ്യം ഒന്നും രണ്ടും പറഞ്ഞ് തല്ലിവിടത്തോ എന്ന് പറയില്ലേ? അങ്ങനെ അവർ വഴക്കായിട്ട് അവസാനം ക്ഷമ കെട്ടിട്ട് ഈശോയുടെ അടുത്ത് വന്ന് പറയാണ്, ഒരു വാക്ക് ഞങ്ങൾക്ക് സമ്മതം തന്നാൽ മതി, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ തീർത്ത് കളയട്ടെ, ചാമ്പലാക്കി കളയട്ടെ എന്ന് ചോദിക്കുകയാണ് ഈശോയോട്. അല്ലേ? അവരങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ ഈശോ എങ്ങനെ പ്രതികരിക്കുന്നു? ഈശോ സമരിയാക്കാരെ ശാസിക്കാനല്ല പോകുന്നത്. ഈശോ ശാസിക്കുന്നത് യോഹന്നാനെയും യാക്കോബിനെയുമാണ്. ഈശോ അവരെ ശാസിച്ചു. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? നിങ്ങൾ ഇത്രയും നാൾ എൻ്റെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചത്? ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഈശോ അവരെ ശാസിച്ചു എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈശോ അവരെയാണ് വഴക്ക് പറയുന്നത്. അതായത് തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെ, സഹകരിക്കാത്തവർക്കെതിരെ തിരിച്ച് തിന്മ പ്രവർത്തിക്കുകയും അവരോട് വഴക്കുണ്ടാക്കാൻ പോവുകയും അവരെ നശിപ്പിക്കുവാൻ പോവുകയും ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാരെ ഈശോ വിലക്കുകയാണ്. മാത്രമല്ല, ഈശോ അവരെ ശാസിക്കുകയാണ്. നിങ്ങളുടെ മനോഭാവത്തിന് മാറ്റം വരണം. എന്നിട്ട് ഈശോ എന്ത് ചെയ്യുന്നു? ഒന്നും മിണ്ടാതെ, സമരിയാക്കാരോടൊരു ചർച്ചയ്ക്ക് പോലും പോകാതെ, നമുക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കാം, ഒന്നും പോകുന്നില്ല. അവൻ മിണ്ടാതെ വേറൊരു വഴിയിലൂടെ തലയും താഴ്ത്തി നിശബ്ദനായിട്ട് മറ്റൊരു വഴിയിലൂടെ യെറൂശലേമിലേക്കുള്ള യാത്ര തുടരുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, രണ്ട് മനോഭാവങ്ങളുണ്ട്. ഈ രണ്ട് മനോഭാവങ്ങളിൽ നമ്മളിപ്പോൾ അനുകരിക്കുന്ന മനോഭാവം ആരുടേതാണ്? ശിഷ്യന്മാരുടെ, അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്ന ശിഷ്യന്മാരുടെ സ്വാഭാവികമായ പ്രതികരണമാണോ? അതാണ് സ്വാഭാവിക പ്രതികരണം. നമ്മളെ ഒന്ന് തല്ലിയാൽ തിരിച്ച് ഒന്ന് തല്ലുക എന്ന് പറയുന്നത് എന്ത് പ്രതികരണമാണ്? സ്വാഭാവിക പ്രതികരണമാണ്. നമുക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ തിരിച്ചൊരു വാക്ക് ഒന്നാണോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ അത് പറയുക എന്നുള്ളത് ഏത് പ്രതികരണമാണ്? സ്വാഭാവിക പ്രതികരണമാണ്. ഈ സ്വാഭാവിക പ്രതികരണത്തെ
അതിസ്വാഭാവികമായ കൃപ കൊണ്ട്, കൃപയുള്ളവർക്കാണ് ഈ സ്വാഭാവിക പ്രതികരണത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തല്ലിയ തിരിച്ചു തല്ലുക, സ്വാഭാവിക പ്രതികരണം. നമുക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് 2 വാക്ക് പറയും, സ്വാഭാവികമാണ്. ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ഗ്രേസ് കിട്ടണം. നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് കിട്ടുന്നത് അതിസ്വാഭാവികമായ ഒരു കൃപയാണ്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാനുള്ള ഒരു അഭിഷേകമാണ്. ഈശോ തലയും താഴ്ത്തി നിശബ്ദനായി, ഒരു പരിഭവവുമില്ലാതെ, ഒരു പരാതിയും പറയാതെ, തന്നെ വഴിതടഞ്ഞവർക്ക് വേണ്ടി കൂടെ മരിക്കുന്നതിന് വേണ്ടി ഈശോ പോവുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈശോ പറഞ്ഞു, ഈശോ പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ആ ഒരു മനോഭാവം ഈശോ നമുക്ക് കാണിച്ചു തരുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയെപ്പോലെ നമ്മൾ ജീവിക്കാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. നമ്മളെ പറ്റിക്കുകയും നമ്മളെ എതിർക്കുകയും നമ്മളെ വഞ്ചിക്കുകയും ഒക്കെ ചെയ്ത ആളുകളോട് കോപിക്കുകയും വഴക്കിടുകയും ദേഷ്യപ്പെടുകയും ഹൃദയത്തിൽ നീരസം വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്തു പോയ നിരവധിയായ സമയങ്ങളെ ഓർത്ത് നമുക്ക് ഓരോരുത്തർക്കും അനുതപിച്ചുകൊണ്ട് ഈശോയെ അങ്ങേപോലെ ശാന്തതയോടുകൂടെ, എളിമയോടുകൂടെ ദൗത്യനിർവഹണത്തിന് വേണ്ടി യാത്ര ചെയ്യാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ,